അവൻ പിന്നെയും തുടങ്ങിയോ? എന്നാ നിന്റെ മോൻ വരും. അവന്റെ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ. എന്ത് ചെയ്യാനാണ് ഇന്നേ വല്ലാത്തൊരു പരവേശം. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നു. എന്ത് ചെയ്യാന്, നമ്മുടെ ഇഷ്ടത്തിനൊന്നും ആരെ പോയി കാണാൻ പറ്റത്തില്ലല്ലോ. നീ വിഷമിക്കാടാ, അവന്റെ തിരക്കൊക്കെ കഴിയുമ്പോ അവനിഞ്ഞ് വന്നോളും. നീ വാ, നമുക്ക് പോയി വല്ലതും കഴിക്കാം. നീ എങ്ങോട്ട് പോ, ഞാൻ കുറച്ച് കഴിയുമ്പോ വരാം. ഇപ്പോഴേ ഞാനൊന്ന് കിടക്കട്ടെ. എന്നാ നീ അങ്ങോട്ട് വന്നേരെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഹലോ, ശാന്തിതീർത്ഥന്നാണേ. ഇന്ന് ജോർജ് ചേട്ടനെ കൊണ്ടുപോകാൻ വരുമല്ലോ അല്ലേ? ഇല്ല, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. തിരക്കെല്ലാം ഒതുങ്ങിയിട്ടൊന്ന് പെട്ടെന്നൊന്ന് വരുവോ? അതെ, പുള്ളിക്കാരൻ കുറച്ച് ദിവസമായിട്ട് കാത്തിരിക്കുക. ശരി. ഒന്നുമില്ലടാ. എന്തോടാ കാര്യം? അത് അച്ഛനെ കൊണ്ടാക്കിടന്ന് വിളിച്ചേടാ. പുള്ളിക്ക് ഇപ്പൊ എന്നെ കാണണം പോലും. മതിയടാ, നിർത്തടാ. കുറെ നാളായില്ലയോ പാവത്തിനെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. ആ പ്രായത്തിനെങ്കിൽ നീ ഒന്ന് പരിഗണിക്ക്. ഒന്നോർത്താ നിന്റെ അച്ഛനല്ലേ? നിനക്കത് പറയാം, അനുഭവിച്ചത് ഞാനും എൻ്റെ അമ്മച്ചിയാ. എടാ, നിനക്കറിയോ, മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മച്ചി പറഞ്ഞത് നീ പറഞ്ഞ കാര്യം തന്നെ. എടാ, നിനക്കറിയോ, ഈ അച്ഛനെ പേടിച്ചിട്ട് എത്ര രാത്രി ഞാനും എൻ്റെ അമ്മച്ചി ഉറങ്ങാതെ പേടിച്ചിരുന്നു മതിയോ? എടാ, നീ ഇപ്പം അച്ഛൻ്റെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? എടാ, ഈ അച്ഛൻ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുമ്പോഴേ അമ്മ ചങ്ക് പൊട്ടി കരയുമായിരുന്നു. ഈ ചങ്ക് പൊട്ടി കരയുമ്പോഴേക്കിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രായം എനിക്കുണ്ടായിരുന്നു. പോട്ടാ, അതൊക്കെ നീ വിട്. എടാ, എൻ്റെ അമ്മ ഒരു പാവമായിരുന്നടാ. ഈ അച്ഛനെന്ന് പറഞ്ഞ ആളില്ലേ, നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. പുള്ളിക്ക് ആയ കാലത്ത് ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കള്ള്, കഞ്ചാവ്, പെണ്ണ്, ഇവിടെ ഒക്കെ പോട്ടെന്ന് നോക്കാം. ഇയാളുണ്ടല്ലോ, ഇയാൾ എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് കുറെ പെണ്ണുങ്ങളുമായിട്ട് കൂത്താടല. ഇങ്ങനെയുള്ള ആളോട് ഞാൻ എന്നാ സ്നേഹം കാണിക്കാനാ? ഇതെല്ലാം കണ്ടോണ്ടേ ഒരു മോൻ വളർന്നു വരുന്നിടന്ന പുള്ളി ഓർത്തില്ല. എന്നിട്ട് ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എടാ, മക്കൾ വളരേണ്ടതേ അമ്മമാരുടെ സന്തോഷം കണ്ട. അല്ലാതുള്ള പിള്ളേരെ എന്നെ പോലെ മനസ്സ് മരവിച്ചവരായിരിക്കടാ. ഇവിടെ എല്ലാവരും ഉണ്ടായിട്ട് ആരും ഇല്ലാതെ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതെന്റെ അപ്പനോടൊന്ന് അറിയട്ടാ. എടാ, മതിയാക്കട. ഇതിൽ കൂടുതൽ അങ്ങനെ എന്തോ അനുഭവിക്കാൻ. ഇന്ന് നിന്റെ അമ്മച്ചി ഓർമ്മോസല്ലേ? നീ വന്നേ, നമുക്ക് പോയി നിന്റെ അപ്പച്ചനെ വിളിച്ചിട്ട് വരാം. വാ. ജോർജേട്ടാ, ജോർജേട്ടാ, റെഡി ആയില്ലേ ഇതുവരെ? മകൻ വന്നിട്ടുണ്ട് വിളിച്ചോണ്ട് പോകാനായിട്ട്. അപ്പൊ ബാഗ് എടുക്ക്. ബാഗ് എന്തേ? മോനെ, ബാഗ് എന്തിനാ? അച്ഛനെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലേ? ഇല്ല, അപ്പൻ ഇനി എന്റെ കൂട്ടത്തില്ല. മോനെ, എന്നാലേ ഈ കാര്യം ഞാൻ എന്റെ കൂട്ടുകാരൻ രാജനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. രാജ, എടാ രാജ, എടാ മോൻ വന്നടാ എന്നെ വിളിച്ചോണ്ട് പോവാൻ. നീ എന്തുവാടാ ഇപ്പൊ കിടന്നുറങ്ങുന്നേ? ഈ സമയത്ത് ഉറക്കം പതിവില്ലാത്തതാണല്ലോ. രാജ, 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 എടാ രാജ, എടാ എന്റെ മോൻ വന്നടാ. എടാ, ഞാൻ പോവാണ് രാജ. ജോർജിൻ്റെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാൻ കഴിയാതെ ആഗ്രഹങ്ങൾ ഇനിയും ബാക്കി വെച്ച് നമ്മുടെ രാജൻ യാത്രയായി. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് രാജന്മാരും ജോർജുമാരും ഉണ്ടായേക്കാം. വൃദ്ധസദനം ഒരാശ്വാസം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഉറ്റവരും ഉടയവരും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാവണം വൃദ്ധസദനം.